കേരളത്തിലെ മാന്നാനംകുന്നിൽ വിശുദ്ധ ചാവറയച്ചനാൽ സ്ഥാപിതമായ CMI സന്യാസ സഭ കേരളത്തിൽ നിന്നും ഈസ്റ്റ് ആഫ്രിക്കയിലെ കെനിയയിൽ ആരംഭിച്ച മിഷൻ 40 വർഷങ്ങൾ പിന്നിടുമ്പോൾ റൂബി ജൂബിലി വർഷത്തിൽ CMI സന്യാസ സമൂഹം അന്തർദേശീയമായി ഉയർത്തപ്പെടുമ്പോൾ കെനിയൻ മിഷൻ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള പ്രചോദനമാക്കേണ്ട ഒരു സന്യാസ ജീവിതമുണ്ട്. മിഷൻ ആരംഭത്തിൽ അറിവിൻ്റെ വെളിച്ചവുമായി വന്ന് ജീവിക്കുന്ന ദൈവത്തെ പകുത്തു നൽകിയവൻ, ബ്യൂണിയുടെ സ്വന്തം പുരോഹിതൻ, കെനിയായുടെ ചാവറ, ഫാദർ ജോസ് കല്ലേലി. കല്ലേലി അച്ഛൻ തൻ്റെ മിഷൻ ജീവിതത്തിലൂടെ അനേകം മക്കൾക്ക് മാതൃകയായപ്പോൾ 300-ലധികം യുവതീ യുവാക്കൾ ആഫ്രിക്കൻ മണ്ണിൽ കല്ലേലി അച്ഛനെപ്പോലെ കത്തോലിക്കാ സഭയിൽ സന്യാസവ്രതം സ്വീകരിച്ചു. ക്രിസ്തുവിനു വേണ്ടി ഒരു ദേശത്തെ നേടിയ ഈ ശ്രേഷ്ഠ വൈദികൻ 30,000-ലധികം ജനങ്ങൾക്ക് മാമോദീസ നൽകി ക്രിസ്തുവിൻ്റെ മുഖമായി മാറി ഈ ദേശത്തെ നവോത്ഥാനത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ വ്യക്തിത്വം. ജോസ് കല്ലേലി അച്ഛന് ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് സ്ഥാനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭാരതത്തിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസ സഭകൾക്ക് രൂപം നൽകിയ വിശുദ്ധ ചാവറ പിതാവിനെക്കുറിച്ച് ഇപ്രകാരം പറയാറുണ്ട്: കണ്ണിൽ കാട്ടപ്പെട്ട നന്മകളെല്ലാം ചെയ്ത വ്യക്തി എന്ന്. പ്രിയമുള്ളവർ, ഇതുപോലെ കെനിയായിലെ മണ്ണിൽ 40 വർഷങ്ങൾ കണ്ണിൽ കാട്ടപ്പെട്ട എല്ലാ നന്മകളും ചെയ്ത് സുവിശേഷത്തിൻ്റെ വീരേതിഹാസം രചിച്ച ഒരു വലിയ വ്യക്തിത്വത്തെ നമ്മൾ ഈ സമയം പരിചയപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ജോസ് കല്ലേലി അച്ഛൻ 30,000-ലധികം വ്യക്തികളെ മാമോദീസ മുക്കി ഈശോയ്ക്കായി നേടിയ വിശുദ്ധ കരങ്ങൾ, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ക്രിസ്തുവിനു വേണ്ടി നടന്നു തീർത്ത പാദങ്ങൾ, വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരിലും ഈശോയുടെ മുഖം കണ്ട് ശുശ്രൂഷ ചെയ്ത കണ്ണുകൾ. അങ്ങനെ ഒരു വ്യക്തിത്വത്തെ ഈ സമയം നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ വൈദികരെയും അതുപോലെ വൈദികാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം വായിച്ചു പഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസ് കല്ലേലി അച്ഛൻ. ആ പാഠപുസ്തകം മുഴുവനും വായിച്ചു തീർക്കാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാധ്യമല്ല എങ്കിലും ഏതാനും ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ സമയം ഒന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട കല്ലേലി അച്ഛ, അച്ഛനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഷാലോം പ്രേക്ഷകർക്ക് ഒരുപാട് ആകാംക്ഷയുണ്ട്. അച്ഛൻ്റെ ബാല്യത്തെക്കുറിച്ചും അതുപോലെ അച്ഛൻ്റെ സെമിനാരിയിൽ ചേരുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചും വീടിനെക്കുറിച്ചും ആ പശ്ചാത്തലങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവോ? ഞാൻ കുറ്റിക്കാട്ടാണ് ജനിച്ചത്. എൻ്റെ അപ്പൻ അന്തോണി, അമ്മ റോസ. ഞങ്ങൾ 8 മക്കളാണ്. ഞാൻ അതിൽ 7ാമത്തെ മകൻ. അങ്ങനെ ഒരു ദിവസം വെർജിലച്ചൻ പള്ളിയിൽ വന്ന് പ്രസംഗിച്ചു, കുർബാന ചൊല്ലി പ്രസംഗിച്ചു. അപ്പോൾ അവസാനം പറഞ്ഞു, ഞാൻ നല്ല ദൈവവിളിയുള്ള നല്ല കുട്ടികളെ എടുക്കാനും കൂടിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അപ്പൻ എന്നോട് ചോദിച്ചു, എനിക്ക് പോകണോ എന്ന്. അപ്പോൾ ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞാനും അപ്പനും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ പെരേപ്പാടെന്ന് പറഞ്ഞ ആള് 8ലേക്കും ഞാൻ 6ലേക്കും തൃശ്ശൂർ ചെന്ന് ഇറങ്ങി. അവിടുന്ന് പോകാൻ കാറൊന്നുമില്ല. അപ്പോൾ ഒരു കുതിരവണ്ടിയിൽ ഞങ്ങളുടെ 2 പേരുടെ അപ്പന്മാരും ഞങ്ങളും കൂടി എലത്തുരുത്തിക്ക് പോയി. അവിടെ സെമിനാരിയിൽ ചേർന്നു. അച്ഛന് ദൈവവിളി സ്വീകരിച്ച ഒരു സാഹചര്യം അച്ഛൻ പറഞ്ഞല്ലോ. അതിനു മുമ്പ് തന്നെ കുഞ്ഞുനാൾ മുതൽ തന്നെ അച്ഛന് അങ്ങനെ ഒരു ആഗ്രഹമോ ചിന്തയോ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ? ഒന്നും തോന്നിയിട്ടില്ല. ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു പ്രസംഗം കേട്ടതിന് അപ്പൻ്റെ നല്ല ആഗ്രഹം കണ്ടപ്പോൾ ആ സമയത്താണ്. അപ്പോൾ അതുവരെയുള്ള അച്ഛൻ്റെ വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? മലയാളം 5 വരെ കുറ്റിക്കാട് പഠിച്ചു. 1 കൊല്ലം ഞാൻ പരിയാരത്ത് പോയിട്ട് ഇംഗ്ലീഷ് 5 പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സെമിനാരിയിൽ ചേരുന്നത്. അച്ഛൻ്റെ സെമിനാരി ജീവിതത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഓർത്തിരിക്കാൻ എന്തെങ്കിലും
പ്രത്യേകമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സാംസനച്ഛനായിരുന്ന എൻ്റെ 5 വർഷത്തെയും ഗുരുവായിരുന്നു. എനിക്ക് നല്ല മാതൃകയായിരുന്നു. സാംസൺ അച്ഛൻ നല്ലൊരു മാതൃകയായിരുന്നു അച്ഛൻ. പിന്നീട് അച്ഛൻ പട്ടം സ്വീകരിച്ച വർഷവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാം. 1970 ഞാൻ പട്ടം സ്വീകരിക്കുന്നത്. അന്ന് അച്ഛന് 30 വയസ്സ്. 30 വയസ്സ്. അത് ലൂർദ് പള്ളിയിൽ വെച്ചിട്ട്, ലൂർദ് കത്തീഡ്രൽ പള്ളി, തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ വെച്ച് ജോർജ് ആലപ്പാട്ട് ബിഷപ്പിൻ്റെ കയ്യിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു. അന്ന് അച്ഛൻ്റെ ബാച്ചിൽ അന്ന് പട്ടം സ്വീകരിച്ച എത്ര വൈദികർ ഉണ്ടായിരുന്നു മൊത്തം CMI സഭയിൽ? 5-10 പേരുണ്ടായിരുന്നു. 10 പേരാണ് അന്ന് CMI സഭയിൽ പട്ടം സ്വീകരിച്ചത്. അതിനുശേഷം അച്ഛൻ ഈ പട്ടം സ്വീകരിച്ചതിന് ശേഷം അച്ഛൻ കേരളത്തിൽ പിന്നീട് ചെയ്ത ശുശ്രൂഷകളും ജോലികളും ഒന്ന് പറയാമോ? ഞാൻ ആദ്യത്തെ 3 വർഷം IS പ്രസിൻ്റെ മാനേജറായിട്ട് ജോലി ചെയ്തു. IS പ്രസ് എവിടെയായിരുന്നു? തൃശ്ശൂർ. നമ്മുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ അതിനോടനുബന്ധിച്ചുള്ള പ്രസ്സിൽ ആദ്യത്തെ 3 വർഷം. അത് കഴിഞ്ഞിട്ട് ഞാൻ പുല്ലൂർക്ക് പോയി. അവിടെയും പ്രസ്സും ഓർഫനേജും നടത്തി. എത്ര? ഒരു കൊല്ലം. അത് കഴിഞ്ഞിട്ട് എന്നെ അവിടുത്തെ സുപ്പീരിയറാക്കി 3 കൊല്ലം. പുല്ലൂർ ഗോവേന്ദയുടെ പ്രിയവര്. സുപ്പീരിയർ. അത് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ വന്നു. എന്നെ പ്രൊവിൻഷ്യാളത്തിൻ്റെ സെക്രട്ടറിയാക്കി. അലക്സിറ്റം പ്രൊവിൻഷ്യാളായിപ്പോൾ ഞാൻ സെക്രട്ടറി ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോയമ്പത്തൂർ പ്രോവിൻസ് തിരിയുന്നത്. അവിടെ ചാലക്കുടിയിൽ എയ്മാർച്ചനായിരുന്നു സുപ്പീരിയർ. ആ സുപ്പീരിയർച്ചൻ കോയമ്പത്തൂർക്ക് പോയി. അവിടെ സുപ്പീരിയർ ഇല്ലാണ്ടായി. അപ്പോൾ എന്നോട് പ്രൊവിൻഷ്യാളത്തിൽ ചോദിച്ചു, കല്ലേലിക്ക് ചാലക്കുടി പോയി ആ ജോലി ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിച്ച് ചാലക്കുടിക്ക് പോയി. 2 കൊല്ലം ചാലക്കുടി കഴിഞ്ഞു. പിന്നെ ഒരു ടേം കൂടി എന്നെ അവിടെ തന്നെ അപ്പോയിൻ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട രൂപതയിൽ ദൈവവിളികളാൽ സമ്പന്നമായ കുറ്റിക്കാട് ഇടവകയുടെ പുത്രനാണ് ഫാദർ ജോസ് കല്ലേലി. 12-ാം വയസ്സിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിനക്ക് വൈദികനാകണോ എന്ന സ്വന്തം പിതാവിൻ്റെ ചോദ്യത്തിന് സമ്മതമറിയിച്ച നാൾ മുതൽ ഇന്നുവരെ അത് ദൈവവിളിയാണെന്ന് തിരിച്ചറിഞ്ഞ് വിളിച്ചവനോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിന്ന് തൻ്റെ പൗരോഹിത്യ സന്യാസ ജീവിതം ആനന്ദമാക്കുന്ന കല്ലേലിയച്ചൻ പട്ടം സ്വീകരിച്ചതിന് ശേഷം തൃശ്ശൂരിലെ പ്രൊവിൻഷ്യൽ ഹൗസിൻ്റെ പ്രസ്സിൽ സേവനമനുഷ്ഠിച്ച് പുല്ലൂരിലെ ഓർഫനേജിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അലങ്കരിച്ച് പ്രൊവിൻഷ്യൽ സെക്രട്ടറിയായി പുല്ലൂരിൻ്റെയും ചാലക്കുടിയിലെയും കൊവേന്തകളിൽ സുപ്പീരിയറായി 12 വർഷക്കാലം കേരളത്തിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് കെനിയായുടെ മണ്ണിലേക്ക് സുവിശേഷ വേലയ്ക്കായി നിയോഗിക്കപ്പെടുന്നത്. കല്ലേലിയച്ച, അച്ഛൻ കെനിയയിലേക്ക് മിഷണറി ആയിട്ട് പോകാനിടയായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാവോ? കെനിയയിലേക്ക് എഡ്വേർഡച്ചൻ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. ബിഷപ്പ് ഒരു എഴുത്തും കൂടി വിട്ടു, ഒരു അച്ഛനെയും കൂടിയും കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബുള്ളറ്റിൽ പരസ്യം ചെയ്തെങ്കിലും ആരും മുന്നോട്ട് വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പ്രൊവിൻഷ്യാളച്ചൻ ചാലക്കുടിയിൽ വന്നു. അവിടെ ഞാൻ സുപ്പീരിയറായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാവരും കിട്ടിയ പ്രൊവിൻഷ്യാളച്ചാന്ന്. ആൾ പറഞ്ഞു, ആരും കിട്ടിയില്ല കല്ലേലി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വേണമെങ്കിൽ പോവാമെന്ന് പറഞ്ഞു. പ്രൊവിൻഷ്യാളച്ചൻ ഉത്തരവൊന്നും തരാതെ പോയി. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാമത് വന്നു. അപ്പോഴും ആരും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളെന്നോട് ചോദിച്ചു, കല്ലേലി അന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സീരിയസ്നെസ്സിന് കുറവില്ല, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് ഞാനും പ്രൊവിൻഷ്യാളത്തിനും കൂടി കെനിയയ്ക്ക് പോയി. പുരോഹിതന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ നിമിഷം മുതൽ സഹനത്തിന്റെ ആത്മഭാവത്തെ ജീവിതത്തിലേക്ക് പകർത്തിയ വൈദികനാണ് ഇദ്ദേഹം. സുവിശേഷത്തിന്റെ സത്യപ്രഭയിലേക്ക് ഇരുണ്ട വൻകരയെ നയിക്കുവാനുള്ള ദൗത്യത്തിന്റെ മുന്നണിക്കാരനായി ഇവിടെ എത്തിയ കല്ലേലിയച്ചൻ ജീവിതം കൊണ്ട്, സമർപ്പണം കൊണ്ട്, സഹനം കൊണ്ട് തൻ്റെ അസാധാരണത്വം തെളിയിച്ചു. കെനിയയിൽ മച്ചാക്കോസ് രൂപതയിൽ ബിഷപ്പ് ജോസഫ് അർബാനസ് കിയാക്കോയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയപ്പോൾ നേരിടാനുള്ളത് തികച്ചും വ്യത്യസ്തമായ കാലാവസ്ഥ, വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ, വ്യത്യസ്തമായ സംസ്കാരം, വ്യത്യസ്തമായ ഭാഷ. ഇതിനോടെല്ലാം പൊരുത്തപ്പെട്ട് അവയെ സ്വാംശീകരിച്ചും ഉൾക്കൊണ്ടുകൊണ്ടും അച്ഛൻ അജപാലന ശുശ്രൂഷ നടത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ചെയ്യാനുള്ള കരുത്ത് തനിക്ക് ലഭിച്ചത്
ഈശോയോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് അച്ഛൻ്റെ വാക്കുകൾ. CMI സഭ മിഷൻ നമ്മൾ കെനിയൻ മിഷൻ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ അജപാലന ഇടവകളൊക്കെ ഏറ്റെടുക്കുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ അവിടെ മറ്റ് മിഷണറിമാരുണ്ടായിരുന്നു, ഐറിഷ് മിഷണറിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം, പിന്നീട് നമ്മുടെ ആദ്യകാലം നമ്മൾ ഏറ്റെടുത്തതിന് ശേഷമുള്ള ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളൊന്ന് പറയാം. ഈ മച്ചാക്കോസ് രൂപത എന്ന് പറയുന്നത് തന്നെ വലിയ രൂപതയാണ്. പക്ഷേ എല്ലാം കൂടി 10-28 അച്ഛന്മാർ അന്നുണ്ടായിരുന്നുള്ളൂ. ഒരു ഇന്ത്യൻ അച്ഛൻ രൂപതയിൽ വന്നു, തോമസ് വടശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു അച്ഛൻ. ആ അച്ഛനാണ് നമ്മുടെ ദേവമാതാ പ്രോവിൻസിൻ്റെ അഡ്രസ്സ് ബിഷപ്പിന് കൊടുത്തത്. അങ്ങനെ ആ ബിഷപ്പ് എഴുതി. അങ്ങനെയാണ് എഡ്വേർഡ് അച്ഛൻ ആദ്യമായിട്ട് ഇവിടേക്ക് വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബിയൂണിലത്തെ അച്ഛന് വയസ്സായിട്ട് പോകണമെന്നുള്ളൊരു ആശയത്തിൽ ഒരച്ഛനെയും കൂടി കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ബിഷപ്പ് എഴുതി. അങ്ങനെ ആരും കിട്ടാണ്ടായപ്പോഴാണ് കല്ലേലി കെനിയയ്ക്ക് പോകുന്നത്. 40 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്ന് കെനിയയിൽ വന്ന മലയാളി മിഷണറി കല്ലേലിയച്ചൻ ആദ്യം താമസിച്ചത് ഇവിടെയാണ്. വർഷങ്ങൾക്ക് മുൻപേ ഐറിഷ് മിഷണറിമാർ താമസിച്ചിരുന്നിടം. ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടം ആദ്യ മിഷണറിമാരായ വൈദികരുടെ ഓർമ്മകളും പേറി ഒരു അടയാളമായി ഇന്നും ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. ഇവിടെ അന്നുണ്ടായിരുന്ന വൈദികരിൽ നിന്ന് ഭാഷ പഠിച്ച് ദിവ്യബലി അർപ്പിക്കാൻ തുടങ്ങിയതും പിന്നീട് ദൈവം നിയോഗിച്ച മിഷൻ ദേശത്തേക്ക് കല്ലേലിയച്ചൻ പോകുന്നതും ഇവിടെ നിന്നാണ്. ഞാൻ കെനിയയിൽ ചെന്ന് ഒരു 2 ദിവസം ഞാനും അലക്സ് അച്ഛനും കൂടിയിട്ട് ഒരു പെറ്റി സെമിനാരിൽ താമസിച്ചു, കറ്റലോനി. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ കുർബാനയ്ക്ക് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ലത്തീൻ കുർബാനയാണ്, മലയാളമല്ല അവിടുത്തെ. അത് മനസ്സിലാക്കി. അത് ഇംഗ്ലീഷിലാണ് ചെല്ലിയിരുന്നത്. അതുകൊണ്ട് പിന്നെ എന്നെ ബിഷപ്പ് ഒരു മാസത്തേക്ക് മറ്റു എന്ന് പറഞ്ഞൊരു പാരിഷിൽ ബിഷപ്പ് എന്നെ ഒരു കെനിയൻ അച്ഛൻ്റെ കൂടെ ആക്കി. അവിടുത്തെ കൾച്ചർ പഠിക്കാനും കുർബാന പഠിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഒരു മാസം കൊണ്ട് ഈ അവിടുത്തെ കുർബാന, കിക്കാമ്പ കുർബാനയൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ ബിയൂണിൽ കൊണ്ടുവന്ന് പാരിഷ് പ്രീസ്റ്റായിട്ട്, പാരിഷ് പ്രീസ്റ്റ് ആക്കിയില്ല, ഒരു മാസം അച്ഛൻ്റെ കൂടെ അവിടെ താമസിപ്പിച്ചു, ഐറിഷ് അച്ഛൻ്റെ കൂടെ. ആ ഐറിഷ് അച്ഛൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നെ ബിഷപ്പ് അവിടുത്തെ പാരിഷ് പ്രീസ്റ്റാക്കി. ബ്യൂണി ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങൾ കൂടി ചേർന്ന ഒരിടമാണ്. നെയ്റോബി പട്ടണത്തിൽ നിന്ന് ഏറെ അകലെ ഇപ്പോഴും ഒരു ടാർ റോഡ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഈ അടുത്ത കാലത്താണ് വൈദ്യുതി ഇവിടേക്ക് കടന്നു വന്നതും എന്നുള്ളത് 40 വർഷം മുൻപ് ഈ ദേശം എപ്രകാരമായിരുന്നു എന്ന ചിന്ത നമ്മളിൽ സൃഷ്ടിക്കും. വന്ന നാൾ മുതൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വൈദികനെന്നാൽ കല്ലേലി എന്നാണ്. കല്ലേലിയച്ചന് പിന്നാലെ ഇവിടെ എത്തിച്ചേർന്ന മിഷണറി വൈദികരെ പോലും ബ്യൂണിയിലെ കുഞ്ഞുങ്ങൾ വിളിച്ചിരുന്നത് കല്ലേലി എന്നായിരുന്നു. അത്രത്തോളം ഇവിടുത്തെ ജനഹൃദയങ്ങളിൽ കല്ലേലിയച്ചൻ്റെ സ്ഥാനം വലുതാണ്. തീർച്ചയായിട്ടും ഒത്തിരി ത്യാഗങ്ങളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആ കാലഘട്ടത്തിൽ അച്ഛന് കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. അതൊന്ന് അച്ഛൻ പങ്കുവയ്ക്കാം. അന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ 25 വർഷം വരെ ഞാൻ കറണ്ടില്ലാണ്ടാണ് അവിടെ ജീവിച്ച ആളാണ്. പക്ഷെ എനിക്കൊരു ചെറിയ ജനറേറ്റർ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ വെള്ളം എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്താറ്? കുടിവെള്ളമൊക്കെ ഞങ്ങൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഒരു വലിയ ടാങ്ക് ഉണ്ട്, അതിൽ വെള്ളം ശേഖരിക്കും. അത് കുടിക്കാനും കുളിക്കാനൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. ഒരു വർഷത്തേക്ക് അത് സ്റ്റോർ ചെയ്യണം. ഒരു വർഷത്തേക്ക് വേണ്ട, ഒരു 6 മാസത്തേക്ക്. 6 മാസം കഴിഞ്ഞാൽ വേറെ വരും.
മഴയുടെ കാര്യം അങ്ങനെയാണ്. പിന്നെ ഈ യാത്രകളൊക്കെ, യാത്രയ്ക്ക് പഴയ അച്ഛൻ പോയപ്പോൾ എനിക്കൊരു പഴയ കാറ് തന്നിരുന്നു. ആ കാറ് കൊണ്ടാണ് ഞാൻ യാത്രയൊക്കെ ചെയ്തിരുന്നത്. അന്ന് അവിടെ എനിക്ക് മാത്രമാണ് ഒരു മോട്ടോർ കാർ ഉണ്ടായിരുന്നത്. ജനങ്ങളൊക്കെ ഒന്നിൽ നടന്ന് അല്ലെങ്കിൽ സൈക്കിളും വളരെ കുറവായിരുന്നു പള്ളിയിലൊക്കെ വന്നിരുന്നതേ. അപ്പോൾ ഒരിക്കൽ കബയിൽ ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. ആ കബയിലത്തെ സിസ്റ്റേഴ്സാണ് ഡിസ്പെൻസറി നടത്തിയിരുന്നത്. ഒരു സ്ത്രീ പ്രസവിക്കാൻ വന്നവിടെ, അതിന് പ്രസവം നടക്കണില്ല. ആ സിസ്റ്റർ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ രോഗിനെയും കൊണ്ട് ഞാൻ എൻ്റെ കാറിൽ കയറ്റി സിസ്റ്ററെയും രോഗിനെയും കൊണ്ട് പോയി. ഞാൻ നല്ല സ്പീഡിൽ ഓടിച്ചു. അത് ഇടയ്ക്ക് വെച്ച് പ്രസവം നടന്നു. പക്ഷേ കുട്ടി മരിച്ചതായിരുന്നു. അതിൻ്റെ തല വലുതായിരുന്നുകൊണ്ട് അതാണ് പ്രശ്നം ഉണ്ടായിരുന്നത്, പുറത്ത് കിടക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. രോഗികളെ കൊണ്ടുപോയി ഞാനും ജോയച്ചനും മിക്കവാറും എല്ലാ ദിവസവും ഒന്നിൽ ജോയച്ചൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അച്ഛാ, അമ്മയ്ക്ക് സുഖമില്ല, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ മാറി മാറി സഹായിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു മിഷണറി എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ആശയത്തിൽ ഒരുപാട് സഹായങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കാൻ, അങ്ങനെ രോഗികളെ സഹായിക്കാൻ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അതൊക്കെ നമുക്ക് കുറേ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, സഹായിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് നമ്മൾ ഭയങ്കര അപ്രിസിയേഷനാണ്. നമ്മളവിടെ നിന്ന് മാറിപ്പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടമായിട്ട് വരും. അച്ഛൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ മേഖലകളിലുണ്ട് ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ചെയ്ത സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒത്തിരി ഉണ്ട്. പിന്നെ അതാത് കാലഘട്ടങ്ങളിൽ ഓരോ സ്ഥലത്തിൻ്റെയും ജനങ്ങളുടെ ആവശ്യം അനുസരിച്ച് അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ കുടിവെള്ളം ഒരു വലിയ പ്രശ്നമായിട്ട് നിന്നിരുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ അച്ഛൻ ചെയ്ത കാര്യങ്ങളൊന്ന് പറയാമോ? കുടിവെള്ളം എത്തിക്കാൻ 2-3 കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മൾ സ്കൂൾ തുടങ്ങിയില്ലേ, സെൻറ്റ് ജോസഫ് ബോർഡിംഗ് പ്രൈമറി സ്കൂള്. വെള്ളം ഭയങ്കര ഫാക്റ്റായി തീർന്നു. വെള്ളം ഇല്ലെങ്കിൽ സ്കൂൾ നടക്കില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു വീട്ടുകാർ എന്നോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ പറമ്പിൽ വന്നൊരു കിണർ കുത്തിക്കോ, അതിൽ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ആ കിണർ കുത്തി അവിടുന്ന് വെള്ളം അടിച്ച് നമ്മൾ സ്കൂൾ നടത്തിയിരുന്നു. പിന്നെ മലയുടെ മുകളിൽ ഒരു ഉറവുണ്ട്, അവരെന്നെ കൊണ്ട് അത് കാണിച്ചു. അവിടുന്ന് പൈപ്പിട്ട് മാർക്കറ്റ് വരെ, നമ്മുടെ സ്കൂൾ വരെ വെള്ളം എത്തിച്ചു. കുറേ ആൾക്കാർക്കും കൊടുക്കാൻ സാധിച്ചിരുന്നു. സമൂഹ നന്മയ്ക്കായി അച്ഛൻ അനവധി കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ വാട്ടർ ടാങ്ക്. കുടിവെള്ളം എത്തിക്കാനായി അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങൾ വളരെ വലുതാണ്. നാടിന് ചെയ്ത നന്മകളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് കല്ലേലിയച്ഛൻ്റെ അൾത്താര ബാലനായിരുന്ന ഇന്നത്തെ ബ്യൂണി പട്ടണത്തിൻ്റെ പോലീസ് ചീഫിന് പറയാനുള്ള വാക്കുകൾ ഇതാണ്. Father Kalela has done so many things here. First, education. He has supported education in this area very much. Number 2, provision of water. That time he came here, since he came here, nobody has gone back to the river. He managed to bring some water from the mountain. Yes. Even so I heard something on the top of the mountain. He has built one tank. Yes, not even one. Not even There are one. several tanks, around 7. Really? Yes. Okay. Actually, even today we are using the same water. Oh. So even in his absence, you can still feel his presence here. Yeah. So I know him very well. He's a good man. We always pray for him. Yeah, that is nice. Yeah. നമ്മുടെ ചീഫ് നമ്മളോട് പറഞ്ഞതേ, കല്ലേലിച്ചൻ ഈ നാടിന് ചെയ്യാത്ത നന്മകളൊന്നും ഇല്ല എന്നുള്ളതാണ്. ചീഫ് ഇവിടുത്തെ കല്ലേലിച്ചൻ്റെ ഓൾട്ടർ ബോയ് ആയിരുന്നു. കല്ലേലിച്ച് ഇവിടെ വന്നതിന് ശേഷം ഒരിക്കലും അവർ പുഴയിലേക്ക് വെള്ളം തെക്കിയെടുക്കാൻ വേണ്ടി പോയിട്ടില്ല എന്നുള്ളതാണ് ചീഫ് നമ്മളോട് പറഞ്ഞത്. കാരണം വലിയ പുഴയിൽ നിന്ന് അനേകം കിലോമീറ്ററുള്ള പൈപ്പ് ഇട്ട് ഇവിടെ മലയുടെ മുകളിൽ ടാങ്ക് ഉണ്ടാക്കി ഇവിടുത്തെ ജനങ്ങൾക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ, വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂളുകൾ ഈ ഏരിയയുടെ വികസനത്തിന് ഒരുപാട് സഹായിച്ചു.
എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുത്തതിലൂടെ ഈ സമൂഹത്തിലെ കുറേ പേർക്ക് നൈറോബിയിലും മറ്റും ജോലി കിട്ടി എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് കല്ലേലിച്ചൻ ഒരിക്കലും അവർക്ക് മറക്കാൻ പറ്റില്ല. CMI കോൺഗ്രിഗേഷൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. CMI ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ നാടിൻ്റെ ചീഫ് ഏറ്റവും പൗരപ്രമുഖൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അച്ഛനെപ്പോഴും ഈ കെനിയയിലെ ജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ താല്പര്യപൂർവ്വം ഒരുപാട് സ്നേഹമുള്ള, ലോകത്തേക്ക് ഏറ്റവും സ്നേഹമുള്ള മനുഷ്യരായിട്ടാണ് അച്ഛൻ്റെ എല്ലാ ഇൻ്റർവ്യൂകളിലും അതുപോലെ തന്നെ അച്ഛൻ എവിടെയെല്ലാം സംസാരിക്കുമ്പോഴും പറയാറുള്ളത്. അച്ഛൻ്റെ ആദ്യകാലം മുതൽ അവരിൽ നിന്ന് അനുഭവിച്ച ആ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാവും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കെനിയ മിഷൻ ചെന്ന അന്ന് മുതൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ജനങ്ങൾ വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും അവർ ചെയ്തു തരാൻ റെഡിയായിട്ടുള്ള ഇതുപോലൊരു സമൂഹത്തെ ഞാൻ വേറെ എങ്ങും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ വണ്ടി ഒരു ചെളിയിൽ താന്നു പോയിന്ന് വെച്ചോ, അവർ വന്ന് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും മുണ്ടം കുറച്ച് ഊത്തി ചെളിയൊക്കെ മാറ്റി നമ്മളെ സഹായിച്ച് തള്ളിക്കയറ്റി തരും. അതുപോലെ എല്ലാ അനുഭവങ്ങളും നമുക്ക് എല്ലാ ഞായറാഴ്ചയും ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ അവർ കൊണ്ടുവന്ന് തരും. ഈ മെയ്സ് ഫ്ലവർ ആയാലും മെയ്സ് ആയാലും കോഴിയായാലും ആടായാലും അങ്ങനെ പല വിധത്തിലും നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോഴും ചെയ്യേണ്ടവർ. നമുക്കത് വലിയ അനുഭവമാണ്. അതൊന്നും നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പാവപ്പെട്ട മനുഷ്യർ വസിക്കുന്ന സ്ഥലമാണ് ബ്യൂണി എന്ന മഹാ ഇടവക. തങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്കു വേണ്ടി നാടും വീടും ഉപേക്ഷിച്ച് കടന്നുവന്ന മലയാളികളായ മിഷണറി വൈദികരെ അവരുടെ ഇല്ലായ്മകളിലും സ്വന്തമായി സ്വീകരിച്ച് അവർക്കാവശ്യമുള്ളതെല്ലാം ഉണ്ടെന്നുറപ്പുവരുത്തുകയും ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജനസമൂഹമാണ് ഇവിടെയുള്ളത്. അവർക്കിടയിൽ അവരിലൊരാളായി ചുവടുവെക്കുമ്പോഴും കരങ്ങൾ നീട്ടുമ്പോഴും ആശ്വാസമാകുമ്പോഴും തണലാകുമ്പോഴും ഇരുണ്ട ഇടങ്ങളിലുള്ളവർ അറിയുന്നത് വിളിച്ചവനെയാണ്. മനുഷ്യൻ വാനോളം വളർന്ന ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളിലും ദൈവം പരമോന്നതനായി നിൽക്കുന്നത് അങ്ങനെയാണ്. ഞാൻ മിഷന് പോയപ്പോൾ പ്രൊവിൻഷ്യാളത്തെ എന്നോട് പറഞ്ഞു, കല്ലേലിക്ക് എന്ത് കിട്ടിയോ അത് മിഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചിലവാക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് കൃത്യം ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരുപാട് നന്മ ജനങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മിഷനെ വളർത്താൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ 28 കൊല്ലം ബിയൂണിയിലുണ്ടായിരുന്നു. അവിടെ 15 പള്ളി പണിയിക്കാൻ സാധിച്ചു. 15 പള്ളി. അതുപോലെ തന്നെ ഒരു 6 സ്കൂള് പണിതുണ്ട് അവിടെ. കഥേക്ക സെക്കൻഡറി സ്കൂള്, സെൻറ്റ് ജോസഫ് ബോർഡിംഗ് പ്രൈമറി സ്കൂള്, കാർമൽ ഗേൾസ് സെക്കൻഡറി സ്കൂള്, ക്രൈസ്റ്റ് സെക്കൻഡറി സ്കൂള്, കബ പോളിടെക്നിക്ക്, അങ്ങനെ ഒരുപാട് നന്മ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്നത് ചാവറ പിതാവിൻ്റെ സ്വപ്നമാണ്. വൈദികനായ ജോസ് കല്ലേലിയച്ചൻ ബ്യൂണിയിൽ വികാരിയായി വന്നതിന് ശേഷം ഇവിടുത്തെ മുൾച്ചെടികൾ നിറഞ്ഞ ഇടങ്ങളെ വെട്ടിയൊതുക്കി ആദ്യമായി ഈ പ്രദേശത്ത് വിദ്യ പകർന്നു നൽകാൻ ഒരു പ്രൈമറി സ്കൂൾ ആരംഭിച്ചു. കല്ലേലിയച്ചൻ്റെ ജൂബിലിയോട് ചേർന്ന് ഒരു ഹയർ സെക്കൻഡറി സ്കൂളും തുടങ്ങി. കെനിയയിലെ തന്നെ ബെസ്റ്റ് സ്കൂളുകളായി ഇവ മാറി. നല്ല റോഡ് പോലുമില്ലാത്ത ബ്യൂണിയിലേക്ക് അനേകം കുഞ്ഞുങ്ങൾ പഠിക്കാനായി വന്നു. തുടർന്ന് പല ഇടവകകളിലും പള്ളിയോട് ചേർന്ന് സ്കൂളുകൾ ആരംഭിക്കുകയും ഇന്ന് 7 പ്രൈമറി വിദ്യാലയങ്ങളും 3 സെക്കൻഡറി വിദ്യാലയങ്ങളും അച്ഛൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. Karibu sana, shalom. Karibu sana, shalom. Karibu sana, sana, sana na shalom. Mtukuza Bwana roho yangu inafurahi na moyo wangu wamtukuza Bwana roho yangu inafurahi. Kwa kuwa ameniangalia
കല്ലേലച്ചനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം വിദ്യാഭ്യാസ തലമായിരുന്നു. എവിടെയെല്ലാം ആയിരുന്നോ അവിടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം പടുത്തുയർത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഉയർന്ന നിലവാരത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കെനിയയിൽ വന്ന് ആദ്യ ആഴ്ചയിൽ തന്നെ കല്ലേലച്ചൻ എന്നെയും കൊണ്ട് അദ്ദേഹം പണിത 17 ഔട്ട് സ്റ്റേഷൻ കാണിച്ചു തന്നു. കാറിൽ കൊണ്ടുപോയി ഇതെല്ലാം കാണിച്ചു തന്നു. പുള്ളി വളരെ അഭിമാനത്തോടുകൂടി ചോദിച്ചു, ഇത് കണ്ടിട്ട് എന്തു തോന്നണു ജേക്കപ്പച്ചന് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ പറഞ്ഞത് പിന്നീട് പല പ്രാവശ്യവും അദ്ദേഹം മറുപടി പറയുന്ന അവസരത്തിലൊക്കെ ഈ വാചകം ഉപയോഗിച്ചതായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. സമർപ്പണത്തിൻ്റെ വഴികളിലെ മുൾച്ചെടികളിൽ തട്ടി പാദങ്ങളിൽ രക്തം പൊടിഞ്ഞെങ്കിലും വിളിച്ചവനോടുള്ള വിശ്വസ്തത പാലിക്കാനുള്ള ആത്മാർത്ഥതയായിരുന്നു ഈ മിഷണറിയുടെ ഏറ്റവും വലിയ സമ്പത്ത്. ജീവിതത്തെ നിർധനരും നിരാലംബരുമായവർക്ക് പങ്കുവച്ച് നൽകാൻ തടസ്സങ്ങളേറെ ഉണ്ടായിരുന്നു. അജ്ഞാതമായ ഭാഷയെയും സംസ്കാരത്തെയും രീതികളെയും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി സമരസപ്പെടാൻ കല്ലേലിയച്ചന് സാധിച്ചത് അച്ഛൻ്റെ ഉള്ളിലെ വിളിച്ചവനോടുള്ള വിശ്വസ്തതയുടെ ദൃഢതയായിരുന്നു. അങ്ങനെ ഈ വൈദികൻ ഈ ജനതയ്ക്ക് സവിശേഷമായ ഒരനുഭവമായി. അതുപോലെ തന്നെ വാഹനത്തിൽ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ കൂടെയുള്ള അച്ഛൻ പറഞ്ഞു, ആ കാണുന്ന പാലം കല്ലേലിയച്ചൻ്റെ പേരിലാണ്, കല്ലേലി ബ്രിഡ്ജ് എന്ന് പറയുണ്ടായി. അതെന്താ സംഭവം? അത് അതായത് 1977 എൽനീനോ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. കണ്ടമാനം മഴ പെയ്ത് ഒക്കെ, അതാണ് എൽനീനോ. അവിടുത്തെ ആ പാലം ഒഴുകിപ്പോയി. അങ്ങനെ വന്നപ്പോൾ പാലില്ല, ഞങ്ങൾക്ക് ഖുറാനിക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു. അപ്പോൾ എൻ്റെ കൂടെ വേറെ അച്ഛനുണ്ടായിരുന്നു, ആൻ്റണി വടകര, കോഴിക്കോട് പ്രൊവിൻസിലത്തെ. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഒരു മരത്തിൻ്റെ പാലുണ്ടാക്കി സൈഡിൽ. എന്നിട്ട് കാറ് കഷ്ടി കടന്നു പോകും, ലോറിയൊന്നും പോവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഗവൺമെൻറ് ഓഫീസിൽ പോയി ചോദിച്ചു, നിങ്ങൾ ഈ പാലം പണിയാൻ പ്ലാനുണ്ടോ, അത് പണിയണി എന്ത് വരും? അപ്പോൾ അവർ പറഞ്ഞു 1.5 മില്യൺ. 1.5 മില്യൺ എന്ന് വെച്ചാൽ 15 ലക്ഷം രൂപ ചിലവാകുമെന്ന് പറഞ്ഞു. പക്ഷെ നടക്കില്ല എന്നുള്ളൊരാശ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ എന്നെ അനുവദിച്ചു. ഞാനത് പാലം പണിതു. എനിക്ക് എല്ലാം കൂടി 40,000 രൂപ വന്നിട്ടുള്ളൂ. എന്നാലും ഇപ്പോഴും ആ പാലം അവിടെ നിൽക്കുന്നുണ്ട്, ലോറിയും എല്ലാ ഭാഗങ്ങളും അതിൽ കൂടെ പോകുന്നുണ്ട്. ജന്മത്തിൻ്റെ ഈറ്റില്ലങ്ങളിൽ ഉരുവാകും മുൻപ് തന്നെ തമ്പുരാൻ ഏവനെയും അറിയുന്നു. പോകേണ്ട വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ വഴികളിലൂടെ നടക്കുവാൻ അവിടുന്ന് അവനെ തിരഞ്ഞെടുത്തിരിക്കും. ജോസ് കല്ലേലിയച്ചൻ്റെ ബാല്യ കൗമാര നിമിഷങ്ങളെല്ലാം ദൈവം തെരഞ്ഞെടുത്ത് ഒരു മഹാദൗത്യത്തിനൊരുക്കുകയായിരുന്നു. തൻ്റെ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച വിളിയിൽ പൂർണ്ണമായി സമർപ്പിച്ചതുകൊണ്ട് ഇടപെടലുകൾ കൊണ്ട് ആഫ്രിക്കൻ മണ്ണിൽ സഭ വളരാനും ദൈവവിളി ധാരാളമായി ഉണ്ടാകാനും കാരണമായി. ഇന്ന് ജീവിത സായാഹ്നങ്ങളിലേക്ക് ചുവടുവെക്കുമ്പോൾ ഈ വൈദികൻ താൻ പിന്നിട്ട ഓരോ നിമിഷങ്ങൾക്ക് പിന്നിലുള്ള ദൈവിക പദ്ധതിയെ ഓർത്തെടുത്ത് ഏറ്റുപറയുന്നു. ഒത്തിരി ദൈവവിളികൾ അച്ഛനായിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 300ഓളം വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് പല കോൺഗ്രിഗേഷൻ പല ദൈവവിളികൾ സ്വീകരിക്കാതെ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള അച്ഛൻ്റെ അനുഭവം ആ ബ്യൂണിയുമായി ബന്ധപ്പെട്ടൊന്ന് പങ്കുവയ്ക്കാം. ഞാൻ ഈ പള്ളി പണിതു അല്ലെങ്കിൽ സ്കൂൾ പണിതു എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊന്നും ഈ ഫോറിൻ കാശോ അല്ലെങ്കിൽ പ്രോവിൻസിൽ നിന്നുള്ള കാശൊന്നുമല്ല. ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഞാനങ്ങോട്ട് ചെയ്യും കാര്യങ്ങൾ. ഈ എല്ലാ ഞായറാഴ്ചയും ഈ പിരിവുണ്ടല്ലോ,
അത് എല്ലാ പള്ളിയിൽ നിന്നും കൊണ്ടുവരും. 22 പള്ളി ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും അവരത് കൊണ്ടുവന്ന് ഇവിടെ റെസിപ്റ്റൊക്കെ എഴുതി കൊടുക്കും. അങ്ങനെ കിട്ടുന്ന കാശൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അപ്രീസിയേഷനും ഉണ്ട്, നമ്മളത് ശരിക്കും ചെയ്തിട്ടുമുണ്ട്. ഈ ദൈവവിളിയുടെ അല്ലെങ്കിൽ ദൈവവിളി പ്രോത്സാഹിപ്പിക്കാൻ അച്ഛനായിരുന്ന സ്ഥലത്തു നിന്നാണല്ലോ പല സ്ഥലങ്ങളിലേക്കും പല കോൺഗ്രിഗേഷനിലേക്കും ഒക്കെ ഒത്തിരി അച്ഛന്മാർ സിസ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ളത്. ഒരിക്കൽ എഡ്വേർഡ്സൺ ഇന്ത്യയിൽ വന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ബോംബെയിൽ വെച്ച് 2 സിസ്റ്റേഴ്സിനെ കണ്ടു, സ്പെയിനിലുള്ള സിസ്റ്റേഴ്സ്. ആ സിസ്റ്റേഴ്സ് ചോദിച്ചു, ഞങ്ങൾക്ക് കെനിയെന്ന് ദൈവവിളി കിട്ടുമെന്ന് ചോദിച്ചു എഡ്വേർഡ്സിനോട്. അങ്ങനെ എഡ്വേർഡ്സൺ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എഡ്വേർഡ്സൺ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, ഞാനാണ് പാരിഷ് പ്രീസ്റ്റേ. അങ്ങനെ ഞാനും എഡ്വേർഡ്സനും കൂടി ഒരു 3-4 കുട്ടികളെ സ്പെയിനിലേക്ക് സിസ്റ്റേഴ്സാവാൻ വിട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരു 10-100 പേരെങ്കിലും ഇപ്പോൾ സ്പെയിനിൽ സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ മദർ തെരേസ കോൺവെൻറ്റിൽ അവർക്ക് ഇത്ര റിസൾട്ട് വേണം അതൊന്നുമില്ല. 8ാം ക്ലാസ് കഴിഞ്ഞാലും അന്ന് എടുത്തിരുന്നു, ഇപ്പോൾ എടുക്കാൻ പാടില്ല അവർക്ക്. ഇപ്പോൾ 10 കഴിഞ്ഞിട്ടൊക്കെ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കാൻ അച്ഛന് സാധിച്ചു. ഒരുപാട് പേര് വൈദികരായും അത് നമ്മുടെ മാതൃക കാണുമ്പോൾ തന്നെ അവർക്ക് തോന്നും. നമ്മൾ പറയണമെന്നൊന്നുമില്ല, അവർ വളരെ വില്ലിങ്ങായിട്ട് നമ്മുടെ അടുത്ത് വരും. അപ്പോൾ നമ്മൾ സഹായിക്കും, എഴുത്തു കൊടുക്കും. അങ്ങനെ കല്ലേലിയച്ഛൻ്റെ പ്രവർത്തനങ്ങൾ അനേകരെ ഇവിടെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. ഈ ജനസമൂഹത്തിൻ്റെ മനസ്സുകളിലെ ക്രിസ്തുവിന് ഇപ്പോഴും കല്ലേലിയച്ഛൻ്റെ മുഖമാണ്. ഒരു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ വരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ അന്യരാജ്യത്ത് നിന്നെത്തിയ ഒരു വൈദികൻ മാറി എന്നത് നിസ്സാരമല്ല. എന്തു മാജിക്കായിരിക്കും അദ്ദേഹം പ്രവർത്തിച്ചത് എന്നൊരാകാംക്ഷ സ്വാഭാവികമാണ്. ക്രിസ്തുവിൻ്റെ മനസ്സു സ്വന്തമാക്കി അദ്ദേഹം ജനങ്ങളെയും നാടിനെയും സ്നേഹിച്ചു എന്നു മാത്രം. അച്ഛനിൽ അതുപോലെ തന്നെ കണ്ടിട്ടുള്ള വേറൊരു സവിശേഷത അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ മുതൽ ഏറ്റവും മുകൾ തട്ടിലുള്ള ആളുകൾ വരെയും അച്ഛനായിട്ട് നല്ലൊരു ആത്മബന്ധം, സൗഹൃദം, അച്ഛനോടുള്ളൊരു വല്ലാത്ത ബഹുമാനം, ആദരവൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ തെളിവാണ്, അല്ലെങ്കിൽ അച്ഛനുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു വലിയ തെളിവാണ് അച്ഛൻ അവിടുത്തെ കെനിയൻ പ്രസിഡൻറ്റ് പോലും അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റും ഒക്കെ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ തുകകൾ സമ്മാനിച്ചതിനെ കുറിച്ച് അച്ഛൻ പറയാറുണ്ട്. അതൊന്ന് ഷെയർ ചെയ്യാവോ? അന്നത്തെ പ്രസിഡന്റ് 1977 പ്രസിഡന്റ് കബ ഹൈസ്കൂളിൽ നമ്മുടെ എഡ്വേർഡ്സൺ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ വന്നു. കെനിയൻ പ്രസിഡന്റ്. അപ്പോൾ നമ്മൾക്ക് അവിടെ സ്കൂളിൽ ഈ കാർമൽ ഗേൾസിൽ സ്കൂൾ ബാൻഡ് ഉണ്ടായിരുന്നു. ആ സ്കൂൾ ബാൻഡ് പോയി കൊട്ടി പ്രസിഡന്റിനെ സ്വീകരിച്ചു. അപ്പം ഞാൻ സ്റ്റേജിലേക്കൊന്നും കയറി പോയിട്ടില്ല, ഞാനവിടെ ഉണ്ടായിരുന്നു. അത് തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് എന്നെ അനൗൺസ് ചെയ്തു, ഫാദർ ജോസ് കല്ലേലി സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ വന്ന് എനിക്കൊരു 5 ലക്ഷം രൂപ പ്രസിഡന്റ് ചെക്ക് തന്നു. അതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഈ 2 കൊല്ലം മുമ്പ് വരെ ഇപ്പോൾ പ്രസിഡന്റ് ആയ ആള്, ഇപ്പോഴത്തെ പ്രസിഡന്റ് 2 കൊല്ലം മുമ്പ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആള്, എൻ്റെ അടുത്ത് വന്നിട്ട് കുർബാനയൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു പൊതി എടുത്ത് തന്നു. ആളുടെ വഴിക്ക് പോയി. അതിൽ 20 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. 20 ലക്ഷം രൂപ. അതും സ്കൂളിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. സ്കൂളിൽ അത് ആള് വന്നപ്പോൾ ആ സ്കൂളിനെ ഒഫീഷ്യലായിട്ട് ഇനാഗ്രേറ്റ് ചെയ്യിച്ചു ആളെ കൊണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായി. അതിന് വരാനൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ ബിയൂണി ഭാഗത്തുള്ള MP ഞാൻ പഠിപ്പിച്ചൊരു ചെറുക്കനാ. അവൻ നൈറോബി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ആ നല്ല സ്വഭാവവും പഠിക്കാനുള്ള കഴിവൊക്കെ കണ്ടിട്ട് അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് അമേരിക്കയിലേക്ക് വിട്ടു. അവൻ മിടുക്കനായിരുന്നു. അവൻ ഇലക്ഷനിൽ നിന്നപ്പോൾ ഫാദർ കല്ലേലിയാണ് എന്നെ ഞാൻ ആക്കി തീർത്തതെന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തി. അവൻ ജയിച്ചു. ഇപ്പോൾ 3ാം പ്രാവശ്യം അവൻ ജയിച്ചു. MP അവനാണ് ഈ ഡെപ്യൂട്ടി പ്രസിഡന്റിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അവിടെ ഒരു മെൻ്റലി ഡിസേബിൾഡ് സ്കൂളുണ്ട്. ഈ വൈസ് പ്രസിഡന്റ് 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം 20 ലക്ഷം രൂപ 10 ലക്ഷം രൂപ തന്നു. പിന്നെ ഞാനും നമ്മുടെ ചാതിയിലച്ചനും കൂടി അവൻ്റെ ഓഫീസിൽ പോയി.
അപ്പോൾ വേറെ ഒരു 10 ലക്ഷം കൂടി കൊടുത്തു. അങ്ങനെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ഗവൺമെൻറ് വഴിയായാലും ജനങ്ങളായാലും ബിഷപ്സ് ആയാലും നമ്മുടെ എല്ലാവർക്കും ഭയങ്കര അപ്രിസിയേഷനാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഒരിക്കൽ ആദ്യത്തെ ബിഷപ്പ് ഉർബാനോസ് കിയോക്കോ എന്നെക്കുറിച്ചൊരു എഴുത്ത് ചണ്ടാളത്തിന് വിട്ടു. അതെന്താണെന്ന് വെച്ചാൽ ഏകദേശം ഞാൻ പറയാം കേട്ടോ. ഫാദർ ജോസ് കല്ലേലി ഈസ് ഡൂയിങ് വെരി വെൽ ഇൻ ബിയോണി കാത്തലിക് മിഷൻ. ഹി ഈസ് ഡൂയിങ് തിങ്സ് സൈലൻ്റ്ലി ലൈക്ക് സെൻറ്റ് ജോസഫ്. ഹി ഈസ് എ വെരി ഗുഡ് മോഡൽ ഫോർ അവർ ഡയോസിഷ്യൻ പ്രീസ്റ്റ്. ഈ എഴുത്ത് ആൾ കർമ്മല സന്ദേശത്തിൽ പബ്ലിഷ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ വായിക്കാൻ ഇടവന്നത്. അതുപോലെ ബിഷപ്സൊക്കെ നമ്മളെക്കുറിച്ച് ഭയങ്കര അപ്രിസിയേഷൻ ഉണ്ട്. മിഷണറി വൈദികരുടെ വാക്കുകളിൽ ജോസ് കല്ലേലി വളരെ ലളിതമായ ജീവിതശൈലി പുലർത്തുന്ന വ്യക്തിത്വമാണ്. ആരോരുമില്ലാതെ ആ സമൂഹത്തിൽ വൈദ്യുതി പോലുമില്ലാതെ ജീവിച്ച അവരിൽ ഒരുവനായവൻ. ഈ ലാളിത്യമാണ് ജനങ്ങളെ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്നത്. ഉദാരമതിയായ അച്ഛൻ ആഫ്രിക്കയിലെ ഈ ജനങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നു. അതിനേക്കാൾ അധികമായി ജനങ്ങളും സ്നേഹിക്കുന്നു. തുടക്കത്തിൽ ഞങ്ങൾ 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കല്ലേലിച്ചൻ ഞങ്ങളൊക്കെ കുർബാന കഴിഞ്ഞ് 3-4 കുർബാനയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുമ്പോൾ പുള്ളിയും പിന്നെ മറ്റേ അച്ഛന്മാരൊക്കെ കൂട്ടിയ ആൾ ഞങ്ങളുടെ അടുത്തേക്ക് വരും. അതുപോലെ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അവിടെ ചെല്ലും. അദ്ദേഹത്തിൻ്റെ സാഹോദര്യം വളരെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ കെനിയൻ CMI സമൂഹം ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ അത് കല്ലേലിച്ചൻ മുഖേനയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആ മിഷൻ്റെ ആ വിഷൻ ശരിക്ക് രൂപീകരിച്ച് ഇത്രയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അത് വളരെ നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. അച്ഛനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സെമിനാരിൽ വന്ന ആദ്യ വർഷം മുതൽ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് മനുഷ്യർക്ക് മാമോദീസ നൽകിയതിനെ കുറിച്ച്. 30,000-ലധികം മനുഷ്യരെന്നാണ് ഞങ്ങൾ ആദ്യ വർഷം മുതൽ കേട്ടിട്ടുള്ളത്. ഇത്രയും അധികം ആളുകൾക്ക് മാമോദീസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവം വൈദികർ മാത്രമേ അങ്ങനെ സാധിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണത്. അച്ഛൻ്റെ ആ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണത്. നമ്മൾ ഈ 22 പള്ളിയുണ്ടെന്ന് പറഞ്ഞില്ല. ഈ 22 പള്ളിയിലും കാറ്റക്കിസ്റ്റ് ഉണ്ട്. അവർ ഇഷ്ടമുള്ള ആൾക്കാർ, താല്പര്യമുള്ളവരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മിഷണറി എന്ന നിലയ്ക്ക് എല്ലാ പള്ളിയിലും പോയി കുർബാനയൊക്കെ ചെല്ലില്ലേ. അങ്ങനെ അവർക്ക് നമ്മളോട് താല്പര്യമായി. അവർക്ക് എന്നിട്ടാണ് ക്രിസ്ത്യാനി ആവണം എന്നുള്ള ആഗ്രഹങ്ങൾ വന്നു. കാറ്റഗിസ്റ്റ് അത് പഠിപ്പിക്കും. അവരൊരു 10-15 പേര് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും, അച്ഛ 15 പേര് റെഡിയാണ് ഒന്ന്. അങ്ങനെ മോശം മുക്കി ഈ 22 പള്ളിയിലും മോശം മുക്കാലോ. അത് വലിയൊരു അനുഭവം തന്നെയാണ്. അങ്ങനെ അത് മറ്റുള്ളവർക്ക് സാധിക്കാത്ത ഒരു അനുഭവമായിട്ട്. അച്ഛൻ്റെ ഇപ്പം അത്രയ്ക്ക് കിട്ടില്ല കേട്ടോ. കാരണം ആൾക്കാർ മിക്കവാറൊക്കെ മോശം മുങ്ങി കഴിഞ്ഞു. കല്ലേലിച്ച നമ്മുടെ കെനിയൻ ജനതയുടെ ക്രൈസ്തവ ആധ്യാത്മിക ജീവിതവും അതുപോലെ അച്ഛൻ അവിടെ നിർവഹിച്ചിട്ടുള്ള അജപാലന പ്രവർത്തനങ്ങളും അതൊന്ന് അച്ഛന് വിശദമാക്കാവും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ വിശ്വാസം അവർക്കുണ്ട്. കാരണം തമ്പുരാനില്ലെങ്കിൽ അവർക്കൊന്നുമില്ല, മഴ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭക്ഷണമില്ല, അതേ സ്ഥിതിയാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് ഭയങ്കര വിശ്വാസമാണ് ദൈവത്തിൽ. നമ്മളൊരു മണിക്കൂറോ ഒക്കെ വൈകി കഴിഞ്ഞാൽ, കുർബാനയ്ക്ക് എത്താൻ വൈകിയാലും ഒരു അക്ഷരം സംസാരിക്കാതെ അവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളും. ഒരു കംപ്ലൈൻറ്റ് അവർക്കില്ല. അത്ര നല്ല വിശ്വാസം അവർക്കുണ്ട്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയല്ല, ഈ അച്ഛന്മാരെ അവർ കണ്ടമാനം സഹായിക്കുന്നുണ്ട്. അത് ആ വിശ്വാസത്തിൻ്റെ പേരിലാണ്. അച്ഛന് കൊടുത്താലും ദൈവത്തിന് തന്നെയാണ് കൊടുക്കണേ എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളതും.
അതുപോലെ അച്ഛൻ്റെ അജപാലന ശുശ്രൂഷകളിൽ ആകർഷണം തോന്നി. ഒരു അകത്തോലിക്ക വിഭാഗം മുഴുവനായി വന്ന് കത്തോലിക്ക സഭയിൽ ചേർന്നതിനെ കുറിച്ച് കേട്ടത്. നമ്മൾ മിഷൻ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം കുറേ അധികം അകത്തോലിയർ നമ്മുടെ സഭയിലേക്ക് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ABC ചർച്ച് എന്ന് വെച്ചാൽ ആഫ്രിക്കൻ ബ്രദർഹുഡ് ചർച്ച്, ഒരു പ്രത്യേക ചർച്ചാണ്. അതിപ്പോഴും അവിടെ ഉണ്ട് വേറെ സ്ഥലത്ത്. അവർ കംപ്ലീറ്റ് നമ്മുടെ ഇതിലേക്ക് ചേർന്നു, കാത്തലിക് ചർച്ചിൽ ചേർന്നു. അപ്പോൾ ആ സ്ഥലം പോലും നമുക്ക് തന്നു എന്നുള്ളതാണ്. ഓക്കെ. അച്ഛൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഒരുപാട് മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരുപാട് നവീകരണവും മാനസാന്തരങ്ങളൊക്കെ നടന്നതിനെക്കുറിച്ച് ഒരുപാട് അങ്ങനെ വ്യക്തികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ വ്യക്തിപരമായി അച്ഛൻ രക്ഷിച്ചെടുത്ത കുറേ ആത്മാക്കൾ, അതിലങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? അതിലൊരാളാണ് തോമസ് ബിസാലി എന്ന് പറഞ്ഞ ആൾ. ആള് സ്കൂൾ മാഷായിരുന്നു. റിട്ടയർ ചെയ്യുന്നവരെ എല്ലാ ദിവസവും പോയി കുടിക്കും. ഒട്ടും കാശ് പുള്ളിയുടെ ഉണ്ടായിരുന്നില്ല. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ദൈവം ഒരു സൂക്കേട് കൊടുത്തു. ഡോക്ടർ പറഞ്ഞു തൊട്ട് പോകരുതെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് ഈ പോണതും ചികിത്സിക്കണതൊക്കെ. അപ്പോൾ ഞാനും പറഞ്ഞു തോമസ് ബിസാലി ഇനി ഇത് തൊടാൻ പാടില്ല, എൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ അപകടത്തിലാണ്. അപ്പോൾ ആളത് കംപ്ലീറ്റ് ഉപേക്ഷിച്ചത് തന്നെയല്ല, ഇന്നും നമ്മളോട് ഭയങ്കര കാര്യമാണ്. അതുപോലെ നമുക്ക് കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ച് മിടുക്കന്മാരായിട്ടുണ്ട്. ഞാനൊരു കുട്ടീനെ പഠിപ്പിച്ചു. ആ കുട്ടിയുടെ അപ്പൻ സിഗരറ്റ് വലിക്കാരനായിരുന്നു, ക്യാൻസറായി. ഡോക്ടർ പറയും നിർത്താൻ. ഒരു ദിവസം നിർത്തും, പിറ്റേ ദിവസം തുടങ്ങും. അങ്ങനെ ഈ പെൺകുട്ടി നമ്മുടെ സ്കൂളിൽ പഠിച്ചതേ. അങ്ങനെ പഠിച്ച് ഈ അപ്പം മരിക്കണ ദിവസം അതിന് ജോലി കിട്ടി, എയർഫോഴ്സിൽ ജോലി കിട്ടി. നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചതാണ്. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ അനിയത്തിമാരെയൊക്കെ പഠിപ്പിച്ച് നല്ല മിടുക്കന്മാരായി, മിടുക്കികളായി. അത് നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്. ആളുടെ അമ്മ പള്ളി ചെയർലേഡിയാണ് ഇപ്പോൾ. ഇപ്പോഴും നമ്മുടെ ബിയൂണിലൊരു കാർപ്പൻ്റർ ഉണ്ട്. അവൻ എന്തെങ്കിലും കാശ് കൊണ്ടു തരും സൂക്ഷിക്കാൻ. 1,00,000 രൂപയായിപ്പോൾ. ഞാൻ ഒരു പുസ്തകം വെച്ചിട്ട് എഴുതിയൊക്കെ സൂക്ഷിക്കും കൃത്യം. അവനോട് ഞാൻ പറഞ്ഞു നീ ഇനി എൻ്റെ കയ്യിൽ തരണ്ട, നീ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. അങ്ങനെ അവൻ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. ഇപ്പോൾ അവൻ കുടിക്കില്ല വലിക്കില്ല. അത് നമ്മുടെ പ്രേരണ കൊണ്ടാണ് കേട്ടോ. അവൻ ഇപ്പോൾ നല്ല കാശുകാരനായി. ഒരു 3-4 ചെറിയ ബിൽഡിങ്സൊക്കെ പണിത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അവൻ നമ്മളോട് കാർപ്പൻ്റർ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ അവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയും മുതിർന്നവർക്ക് വേണ്ടിയും പലതും അച്ഛൻ കെനിയൻ മണ്ണിൽ ആരംഭം കുറിക്കുകയും ഒത്തിരി വളരെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞല്ലോ 5-6 സ്കൂളുകൾ ഞാൻ സ്ഥാപിച്ചു എന്നുള്ളത്. അതിൽ ഒരെണ്ണം കാർമൽ ഗേൾസ്. ആ കാർമൽ ഗേൾസ് ഇപ്പോഴും സ്റ്റേറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾ. പിന്നെ ഒന്നുള്ളത് ഈ മെൻ്റലി ഡിസേബിൾഡ് സ്കൂള്, സെൻറ്റ് മേരീസ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അത് വളരെ ജനങ്ങൾ എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അത് മെൻ്റലി ഡിസേബിൾഡ് പിള്ളേരാണ് അധികവും അതിലുള്ളത്. 133 പിള്ളേർ ഇപ്പോഴും അതിലുണ്ട്. അതിൽ 10 കൊല്ലത്തേക്ക് ഒരു ഫ്രഞ്ച് ഗവൺമെൻറ് നമുക്ക് സഹായമൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതില്ല. പക്ഷെ ജനങ്ങൾ അപ്രീസിയേഷൻ കാരണം ഒരുപാട് സഹായിച്ച് അത് മുന്നോട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ, മേരി തോമസ് എന്ന് പറഞ്ഞിട്ട്. ആ സിസ്റ്ററിൻ്റെയും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു അത്. ആ സിസ്റ്റർ മരിച്ചുപോയി. ഇപ്പോഴും സ്ഥാപനം നടന്നു പോകുന്നുണ്ട്. അത് ഇപ്പോൾ നോക്കണത് ഷാജു ചെർമേൽ എന്ന് പറഞ്ഞ അച്ഛനാണ്. അപ്പോൾ അത് അച്ഛൻ പാരിഷ് പ്രീസ്റ്റും കൂടിയാണ് അവിടെ. അപ്പോൾ ജനങ്ങളെ ഓർഗനൈസ് ചെയ്യാൻ എളുപ്പമുണ്ട്. വൈകല്യങ്ങളുമായി ജീവിക്കുന്നവർക്കു കൂടി കല്ലേലിയച്ഛൻ്റെ ജീവിതം അനുഗ്രഹമായി മാറി. വൈകല്യങ്ങളോടെ ജനിക്കുന്ന കുട്ടികളെ ശാപമെന്ന് കരുതിയിരുന്ന അവസ്ഥയിൽ നിന്ന്
അവർക്കു വേണ്ടി സെൻറ് മേരീസ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ആരംഭിച്ചത് കല്ലേലി അച്ഛനായിരുന്നു. ഇന്ന് ബുദ്ധിവൈകല്യമുള്ള മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരാശാ കേന്ദ്രം കൂടിയാണ് ഈ റീഹാബിലിറ്റേഷൻ സെൻ്റർ. ശാരീരികമായും മാനസികമായും ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം, ചികിത്സ, തൊഴിൽ തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ള സഹായം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മക്കളെ സ്വയം പര്യാപ്തരാക്കാൻ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഈ റീഹാബിലിറ്റേഷൻ സെൻ്റർ ഈ ദേശത്തു തന്നെ ആദ്യമായിരുന്നു. Karibu wageni hapa kwetu mbiuni. Karibu wageni hapa kwetu mbiuni. Tuungane pamoja tushereke siku hii. Tuungane pamoja tushereke siku hii. Kwa shangwe na vigelegele tunawakaribisha. Kwa shangwe na vigelegele tunawakaribisha. Karibu wageni hapa kwetu mbiuni. Tuungane pamoja tushereke siku hii. Kwa shangwe na vigelegele tunawakaribisha. Kwa shangwe na vigelegele tunawakaribisha. നമ്മുടെ CMI കോൺഗ്രിഗേഷൻ ഇന്നൊരു ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നതിൻ്റെ കാരണം കെനിയൻ മണ്ണിൽ നിന്ന് തന്നെ ദൈവവിളികൾ ഉണ്ടാവുകയും അവർ സെമിനാരിയിൽ ചേർന്ന് ഇന്ന് 10ഓളം വൈദികർ കെനിയൻ മണ്ണിൽ നിന്നുണ്ടായിട്ടുണ്ട്. അഥവാ കെനിയൻ സഹോദരങ്ങൾ ഇന്ന് CMI സഭാംഗങ്ങളാണ്. അതിൻ്റെ ഒരു തുടക്കക്കാരൻ ശരിക്കും പറഞ്ഞ അച്ഛനാണ്. അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ USA പോണതിന് പകരം തിരിച്ച് കെനിയയ്ക്ക് വന്നു. അങ്ങനെ ഞാനും ജോയച്ചനും എല്ലാവരും കൂടി ആലോചിച്ച് ഫോർമേഷൻ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ആദ്യം ഒരു 4 പിള്ളേർ എടുത്തു. അതിൽ 3 പേര് അച്ഛന്മാരായി. ഇപ്പോൾ മൊത്തത്തിൽ 10 പേര് കെനിയക്കാർ CMI അച്ഛന്മാരായിട്ട് തീർന്നിട്ടുണ്ട്. അത് ലോകത്തിൽ തന്നെ ആദ്യത്തെയാണ് ഇന്ത്യക്ക് പുറത്ത് CMI അച്ഛന്മാരുണ്ടാവാന്നുള്ളത്. ഇപ്പോൾ 4 പേര് തിയോളജി പഠിക്കുന്നുണ്ട്. 4 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ പട്ടേൽക്കും. അതൊരു വലിയ വിജയമായിട്ട് കണക്കാക്കാം. ഈ നാടിൻ്റെ സംസ്കൃതിയുടെ ഭാഗമായി അലിഞ്ഞു ചേർന്ന കാൽവരിയുടെ രക്ഷാചൈതന്യത്തെക്കുറിച്ച് വാക്കിനപ്പുറം പ്രവൃത്തിയിലൂടെ സാക്ഷ്യമേകിയ ജോസ് കല്ലേലി എന്ന ശ്രേഷ്ഠ വൈദികൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും 40 വർഷം കെനിയൻ ജനത്തിന് നൽകിയ സമർപ്പണത്തിന് തങ്ങളുടെ മനസ്സുകളിൽ ആത്മീയതയുടെ നനവു പടർത്തി വിളവിനെ ഒരുക്കി വിളഞ്ഞതിനെ പരിപാലിച്ച് അതിലെല്ലാം ജീവിത സായുജ്യം കണ്ട് വിനയത്തോടെ ആയിരിക്കുന്ന ഈ വന്യ പുരോഹിതന് ഇനിയും അനേകം വിശുദ്ധ ബലികൾ അർപ്പിക്കാൻ പുതുവസ്ത്രങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്യുകയാണ് ഈ സമൂഹം. ബഹുമാനപ്പെട്ട കല്ലേലിച്ച അച്ഛന് ദൈവജനത്തിന് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? നിങ്ങളെല്ലാവരും മിഷനെ സഹായിക്കുക, മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ മിഷൻ വളരും. 82 വർഷത്തെ ജീവിതം, അതിൽ 52ഓളം വർഷങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷയുടെ ജീവിതം, അതിൽ തന്നെ 40 വർഷങ്ങൾ കെനിയൻ മണ്ണിലെ മിഷണറി പ്രവർത്തനം. അനുഗ്രഹീതമായ പൗരോഹിത്യത്തിൻ്റെ ഒരു പുണ്യജീവിതത്തെ ജോസ് കല്ലേലി അച്ഛനെ നമ്മൾ ഈ സമയം അത്രയും ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി പ്രചോദനങ്ങൾ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ടാകും. ആ പ്രചോദനങ്ങളെ നമുക്ക് പ്രാർത്ഥനകളാക്കി മാറ്റാം.
കലേലിയച്ചനെ പോലെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വൈദികരും സന്യസ്തരും സമർപ്പിതരും അൽമായരും ഒക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈശോയുടെ വചനം എത്തിക്കാൻ, രക്ഷാകര സന്ദേശം എത്തിക്കാൻ അത്യധ്വാനം ചെയ്യുന്നുണ്ട്, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്താം. നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ മിഷണറിമാരാണ്. പ്രാർത്ഥനയിലൂടെ നമുക്കവരെ സഹായിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Karibu sana, shalom. Karibu sana, shalom. Karibu sana, sana, sana na shalom. Aubariki, shalom. Aubariki, shalom. Aubariki, shalom.